ഹായ്, പിങ്കു ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേയായി നമ്മൾ ഫുഡ് റെസിപ്പിയുടെ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് നല്ല മാമ്പഴം കിട്ടി. നാട്ടുമാങ്ങയൊന്നും അല്ല, വേറെ ഏതോ മാങ്ങയാണ്. പക്ഷേ സ്മെല്ലും ടേസ്റ്റും ഒക്കെ നാട്ടുമാങ്ങയുടെ ആയിരുന്നു. അപ്പോൾ അത് വെച്ച് നല്ലൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് എഴുതി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നമ്മളെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നല്ല പഴുത്ത മാമ്പഴം. അപ്പോൾ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. നല്ല സ്മെല്ലൊക്കെ നല്ല നാട്ടുമാങ്ങയുടെയാണ്, പക്ഷേ നാട്ടുമാങ്ങയല്ല കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പം മാമ്പഴത്തിന് തൊലിയൊക്കെ പൊളിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 പച്ചമുളക്, അതിൻ്റെ അറ്റം ഒന്ന് പൊളിച്ച് അത് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കാൻ വയ്ക്കും. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ മാങ്ങ നന്നായിട്ട് വേകുമ്പോഴേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. ഒരു അരമുറി തേങ്ങയും കുറച്ച് നല്ല ജീരകവും കൂടി അരച്ചെടുക്കാം. നമ്മുടെ മാമ്പഴം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, നല്ല വെന്തുണ്ട്. നമുക്കതിലേക്ക് ഒരച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പം ഇതിൽ കിടന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടായാൽ മതി. പിന്നെ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാവില്ലേ. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അപ്പം നമ്മളെ പുളിശ്ശേരി നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ചട്ടിയിലിരുന്ന് ഒന്നുകൂടി കുറുകും. ഇപ്പോഴും അങ്ങനെ ഒരുപാട് കറിയൊന്നുമില്ല, പാകത്തിന് കുറുകിയൊരു കറിയാണ്. ഇനി നമുക്കിതിനൊരു താളിപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ എണ്ണ മതി. അതിലേക്ക് 1 സ്പൂൺ കടുക് പൊട്ടി അതിലേക്ക് 1 സ്പൂൺ ഉലുവ, അതിലേക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ സൂപ്പർ മാമ്പഴ പുളിശ്ശേരി റെഡി. അപ്പോൾ ഇത് കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റാണ് കഴിക്കാൻ. അതിന് എരിവ്, ഉപ്പ്, മധുരം ഒക്കെ ബാലൻസ് ചെയ്ത് നിൽക്കണോണ്ട് നല്ല ടേസ്റ്റാണ് ചോറുണ്ണാൻ. നല്ല കുത്തരിച്ചോറ്, മാമ്പഴ പുളിശ്ശേരി, അടിപൊളി. അപ്പം നമ്മൾ ഇന്നത്തെ ഉച്ചയൂണ് വിളമ്പി. നല്ല ചൂട് കുത്തരിച്ചോറ്, പയറ് തോരൻ, ചിക്കൻ പെരട്ട്, നാരങ്ങ അച്ചാർ, പിന്നെ നമ്മൾ മാമ്പഴ പുളിശ്ശേരി. നല്ല സൂപ്പർ ടേസ്റ്റാട്ടോ. ഇനി ആ മാമ്പഴം കുഴച്ച് ചോറുണ്ണണം. നല്ല സൂപ്പറാണ്.